ഇത് ചീഞ്ഞ ക്യാബേജാണെന്ന് തോന്നല്ലേ, ഒരു വല്ലാത്തൊരു ഇത്. അതാണല്ലോ അയാടെ ദുബായി കോഴി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ദുബായിൽ ഇയാൾക്ക് വേറെ ഭാര്യ മക്കളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഇയാൾ ആരാ? പത്മേച്ചിയുടെ ബന്ധത്തിലുള്ള ബന്ധുവാന്നാ പറയുന്നത്. ഓ അങ്ങനെ. ശരി ശരി. ചേച്ചി കത്തിക്ക് മുറിയാലാണ് കേട്ടോ, നോക്കണേ. അതേ കോഴി നോക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹൈ പറഞ്ഞു. ഹൈ ലൈവ് ലൈവ്. ഇനി നമ്മൾ കലവറയിലേക്ക് അടക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ കണ്ടുകിട്ടി കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. സൂസി എനിക്ക് മറു എന്റെ പേരെന്താ മനസ്സിലായി? നേരത്തെ മനസ്സിലായി. ഇതാണ് സൂസി. ഇപ്പഴാ ഇത് ആദ്യമൊക്കെ മാറി ഒരു കമായത്. എന്നതിലേക്ക് ഒന്ന് പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞ മതിയോ? കുറച്ച് മധുരമായ ശബ്ദമാണ് വേണത്, അതുകൊണ്ടാണ് പറഞ്ഞോ. ഞാൻ സൂസിയുടെ ഭർത്താവ് സോളമൻ KP. എങ്ങനെയും കുറച്ച് ബ്രെഡും ചിക്കനും സംഘടിപ്പിക്കണേ. ഷൈമോനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല. പൊന്നുവനെ മറക്കല്ലേ. അങ്ങാരി വീടെടുത്ത് തിരിച്ചു വെക്കുവേ. വാ മോളെ. അകത്ത് കയറി വാ. അടി ഫസ്റ്റ് ഫോർത്ത് സെക്കൻഡ് പൈസ ഇങ്ങോട്ട് എടുക്കേ. അച്ഛനും നടിക്കല്ലേ പണിക്കും പോടാ സുഖ. എന്തിനാണോ ഞങ്ങളുടെ കാശ് മേടിക്കാൻ വന്നിരിക്കുന്നത്? കൈ ഇവിടെ തന്നെ ഇരിക്കട്ടെ. നല്ല വർക്കത്തുള്ളതാ. അടുത്ത ചീട്ടുകാരാണ്. നീയല്ലേ കുത്തണം. പന്തല്ല അരിന്നോടത്തങ്ങാണ്ട് ഇരുന്നാ മതിയായിരുന്നു. സൂസിയൊക്കെ പോയി കാണോ ഇല്ല. കൈയെടുക്കരുത്, വർക്കത്താ. കാശ് പൊത്തി പിടിച്ചോണേ. എന്താണ് ആശാനത്? വെട്ടോ ഇല്ല വെളിച്ചോ ഇല്ല. വെട്ടല്ലേ ഒരു മോന്റെ മോനെ ഇവിടുത്തെ ചോറ് കേറ്റണ്ട. അല്ലെ കലവറയ്ക്ക് സ്പെഷ്യൽ ലൈറ്റ് ഇട്ട് തരണ്ടേ? ഞാൻ പോണേന് അടിച്ച സാധനം ഇറങ്ങിപ്പോയി. പെട്രോളൊന്നും കിടന്നില്ല. ഇന്നലെ ഒഴിച്ചാണല്ലോ. ശരിക്കും അങ്ങോട്ട് തുറക്ക്. പെട്രോളുണ്ടാ? പിന്നെന്താ അഞ്ചു എന്തേ? അവളകത്തുണ്ടല്ലോ. ഇല്ലെന്ന് ഞാൻ നോക്കിയതല്ലേ. ഇല്ലേ? എന്നെ കൊണ്ട് ഇനി പറ്റില്ല. ചേട്ടൻ നോക്കിയോ. മര്യാദക്ക് വെട്ടം വന്നില്ലെങ്കിൽ ഇതും കത്തിക്കും, നിന്നെ കത്തിക്കും. ഇയാളെ ഞാൻ നമ്പർ കാണാനില്ല. എടോ മനു, താനെ ഇവിടെ പോയി എടുക്കാണ്. ഇവിടെ കറണ്ട് പോയി ജനറേറ്ററൊക്കെ കേടാണ്. താനിപ്പ വരാന്ന് പറഞ്ഞിട്ട്. മോനെ ഞാൻ ടൗൺ വരെ ഒന്ന് പോടാം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഇച്ചിരി ലേറ്റ് ആവും. ചിലപ്പോ നേരം വിളിക്കും. സാറേ ഈ ജാമ്യത്തിലിറക്കാൻ രണ്ടുപേരും മതിയോ? മതിയാവില്ലേ? രണ്ട് കൂട്ടുകാർ കിട്ടണം. സൂസയും തപ്പി വന്ന സ്ഥലം കൊള്ളാം. ചേടാ സംഭവം റെഡിയാ? ഒറ്റടിക്കാൻ സ്റ്റാർട്ടായി. ഞാനൊരുപാട് നേരം നോക്കി, സംഭവം സെറ്റ് ആയില്ല. രാവിലെ നേരത്തെ റെഡിയാവാം. ചേട്ടാ 5 റൂമിലുണ്ട് കേട്ടോ. അവൾ പുറത്ത് ബാത്റൂമിൽ പോയിരിക്കായിരുന്നു. അവിടെ മുറിയിലുണ്ടല്ലോ ബാത്റൂം. അത് പിള്ളേരാരോ ഒരു കംപ്ലൈന്റ് ആയിരിക്കായിരുന്നു. ചേട്ടനിത് എന്താ പറ്റിയേ? തീരുന്നവരെ ഒരു സമാധാനമില്ല.
മോളെ സാമ്പാർ സന്തോഷ് വല്ലൊരുപ്പുണ്ടോടാ വല്ലൊരുപ്പുണ്ടോ അതുണ്ട് വീട്ടിലുണ്ട്. ഞാൻ ഇങ്ങോട്ട് എടുക്കട്ടെ? വേണ്ട ഞാനേ ഇവിടെ തിരക്ക് കഴിയുമ്പോൾ ഇങ്ങോട്ട് എത്താം. ശരി ചേട്ടാ, കാത്തോരനും കൂടി ഇങ്ങോട്ട് എടുത്തോ. ആ പെണ്ണിന് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് സിംഗിളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ചേട്ടാ മിൽട്ടൺ 2 വകുള്ളല്ലോ. കുഴപ്പമില്ല ചേട്ടാ. ചേട്ടാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ഫ്രിഡ്ജെടുക്കാൻ പറഞ്ഞാൽ മതി. ശരി. ഓ, നമുക്കിനി സമാധാനമായിട്ട് പാട്ടൊക്കെ പാടിയിരുന്ന് അടിക്കാം. അല്ല ടച്ചിങ്സ് ഇതേ ഉള്ളൂ. ചിക്കൻ കറി ഉണ്ട്, വരുന്ന വഴിക്ക് ടീനൊക്കെ ചിക്കൻ കറിയാണോ? എന്നാ എടുക്കണ്ട, ഒരാവശ്യമുണ്ട്. നമ്മുടെ ഷായലപ്പണിയില്ലേ കേളന്, പുള്ളി വേണമെന്ന് പറഞ്ഞായിരുന്നു, ഞാൻ മറന്നു. തരാം തരാം. പ്രവാസിയാന്ന് പറഞ്ഞിട്ടെന്നാ, നമുക്കൊരു വെക്ക് കഴിച്ചാൽ ഇവിടെ ആരുമില്ല. ആ എല്ലാരും ഉണ്ടല്ലോ. ചേട്ടൻ കാടി. വേണ്ട. ഞാൻ ആ ജയൻ ഇരുന്നോണ്ട് ഇങ്ങോട്ട് വരാൻ. അവനാണ് ഒട്ടും അപ്ഡേഷൻ ഇല്ല. ഞാനാണ് ന്യൂജനും ആയിപ്പോയി. ആദ്യം നാടൻ, എന്നിട്ട് ഫോറിൻ. ഞാൻ ചോദിച്ചേരാ. പുരുഷനല്ലേ ഒഴിച്ചോളാം. എത്ര ഒഴിച്ചതാ? നാടനും ഇതോടെ മിക്സായ വല്ല കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? നല്ല സാധനമാണ്. ആണോ? പക്ഷെ എനിക്ക് എന്നാന്ന് അറിയില്ല, വയറുവേദന ഉണ്ടാവും. നാളെ കല്യാണമൊക്കെ ഉണ്ടാണുള്ളതല്ലേ. ഞാനിത് അങ്ങ് എടുക്കുക. നമുക്ക് നാളെ കൂടാം. സൂസ്മനല്ല ഹെയർ. ശുഭരാത്രി. ഇനി പോയിട്ട് ഈന്തപ്പഴം കഴിക്കണം. ഞാൻ അവനോട് സംസാരിച്ചു. അവൻ്റെ വർത്തമാനം കേട്ട് എനിക്ക് നിന്നെയാണ് തല്ലാൻ തോന്നുന്നത്. എടോ, അവൻ്റെ ഫാമിലി സ്റ്റേറ്റസ് ഒക്കെ അവിടെ വലുത്. അവൻ്റെ വഴിക്ക് പോയി. നീ ഇത് വിട്ടേക്കുമ്പോളെ അഞ്ജു, നാളെ മുതൽ പുതിയൊരു ലൈഫ് തുടങ്ങാൻ പോവാ. നീ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നറിയാവുന്നതുകൊണ്ടല്ലേ ഞങ്ങൾ ഇന്നിവിടെ നിൽക്കാൻ തീരുമാനിച്ചു തന്നെ. എടോ, ഇതാണ് റിയാലിറ്റി. നീ അതിനെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ബി പോസിറ്റീവ്. ഒന്ന് ചിരിച്ച് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുക. അവക്ക് കൊടുത്തു മതി. എന്റെ മക്കളെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങാൻ ചേച്ചി. എന്തോ അളിയൻ കുറെ നേരമായിട്ട് കലവറ നിൽപ്പുണ്ട്. അയാളെങ്ങനെ ചൊറിഞ്ഞാൽ അയാൾ മുളപൊടി ഒരു കണ്ണിലെറിയും. നീ പോയി അളിയനെ വിളിച്ചോണ്ട് വന്നേ. എന്റെ ഈശ്വരി, അങ്ങനത്തെ ഒരു കാര്യം. നിങ്ങളെല്ലാരും ഇവിടെ കഥ പറഞ്ഞോണ്ട് നിന്നോട്ടെ. പണിയോട് വാ പോ. ചേട്ടാ, ബ്രെഡും ചിക്കനും എടുത്തു വെച്ചിട്ടുണ്ട്. 9:45 ആ 2 മിനിറ്റ് കൂടെ ഉള്ളു. അവിടെ എത്തുമ്പോഴത്തേക്കിനാവും. ചേട്ടൻ വാ. കുരുമുളകൊക്കെ ഇട്ട് വെച്ച നല്ല കറിയാ. അയ്യോ എടി സൂര്യേ, ഞാനിവിടെ വെച്ചിരുന്ന ബ്രെഡും ചിക്കനും നീ കണ്ടോടി? ഇല്ലല്ലേ ചേച്ചി. ചേച്ചി ഇതെവിടെ വെച്ചേ? എടി ഞാനത് അവിടെ ആടി വെച്ചത്. അയ്യോ എന്റെ ദൈവമേ, ഇനി അങ്ങാരോ ഒന്ന് ചോദിക്കുമ്പോ ഞാൻ എന്റെ ബ്രെഡും ചിക്കനും